കാസിം ഭായി ഇന്ന് ജയിച്ചാൽ നമ്മൾ പോയിന്റ് ടേബിളിൽ 5ാമതാവും കേട്ടോ. എന്തോ ഒരു മൂഡ് ഓഫ്. ഇവിടെ ഒരുമാതിരി പ്രൈവറ്റ് കമ്പനികളെ പോലെയാണല്ലോ. ക്രിസ്മസ് ആവട്ടെ ന്യൂ ഇയർ ആവട്ടെ അവധിയില്ലല്ലോ. വർഷങ്ങളായിട്ടുള്ളൊരു സമ്പ്രദായമാണല്ലോ ഈ ബോക്സിംഗ് ഡേ മാച്ച്. ലാലീഗയിലുള്ളവന്മാരൊക്കെ ദുബായിൽ ട്രിപ്പ് പോയേക്കുന്നു. സ്പെയിനല്ലേ, അവിടെ കുറച്ച് കാളപ്പോരും തക്കാളി ഏറൊക്കെയാണ് ആഘോഷം. ഇവിടാണ് ക്രിസ്മസ് ആഘോഷം. അല്ലേ, എനിക്കൊരു സംശയം, എന്തോ നീ ബോക്സിംഗ് ഡേ മാച്ച്? അയ്യോ, ഇത് മറ്റേ ലാലേട്ട രാവണപ്രഭു പറയുന്ന പോലെ ബേസ്കിങ് ഞാൻ പിടിച്ചിട്ടില്ല, ആ ബോക്സിംഗ് അല്ല. പിന്നെ ഇവിടെ ഗിഫ്റ്റ് ബോക്സിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നതാണ്. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എവിടെ നിന്ന് വന്നു? അല്ല, സാധാരണ പണ്ട് പോകുമ്പോൾ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടാവേണ്ടതാണ്. ഞാൻ അതല്ലേ പറയാൻ വന്നത്. പണ്ടൊക്കെ ക്രിസ്മസിന് പാവപ്പെട്ടവർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കും. അതിനെയാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കളിയാണ് എല്ലാവർക്കും ഉള്ള ക്രിസ്മസ് ഗിഫ്റ്റ്. മനസ്സിലായ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫാൻസിന് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അതെന്ത്, കഴിഞ്ഞ പ്രാവശ്യം കളിയില്ലായിരുന്നു? ഉണ്ടായിരുന്നു, വോൾസുമായിട്ടായിരുന്നു. തോറ്റ്. എത്ര ഗോളിന്? 2-0. ആ മാത്യൂസ് കാസിംബൈ നോ. അവനവന്റെ പേര് പോലത്തെ പണിയാ കാണിച്ചത്. അന്ന് അവൻ വോൾസിലാണല്ലോ. കോർണറിൽ നിന്ന് കറക്കിയൊക്കെ ഗോളിട്ട് കളഞ്ഞേ. മാസ്മരികം. അതിലും മാസ്മരികമായിട്ട് അന്ന് ഞങ്ങൾ തോറ്റത്. എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റാത്ത ഗിഫ്റ്റ് നമുക്ക് ഈ പ്രാവശ്യം കൊടുക്കാം. വാ.